ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ക്രിസ്മസ് ക്രാഫ്റ്റ് തന്നെയാണ് കേട്ടോ. അതിന് വേണ്ടി ഇത് ഞാൻ കേക്ക് ബോക്സും ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. കേക്ക് ബോക്സ് എന്ന് മാത്രമല്ല, നമുക്ക് നോട്ട്ബുക്കിൻ്റെ ചട്ട അതൊക്കെ പറ്റും. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരാണ് ഒരു ഭാഗത്ത് നിന്ന്. അപ്പോൾ നമുക്കൊരു കോൺ ഷേപ്പ് കിട്ടും. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് ഇതേ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ സ്റ്റിക്കാക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കതിൻ്റെ താഴെ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇതിൻ്റെ വലിപ്പം നമുക്ക് ഈ ഒരു സമയത്ത് കുറച്ചും കൂട്ടിയൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ സൈസിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ഗ്ലിറ്റർ ഷീറ്റാണ്. അപ്പോൾ വൈറ്റാണ് എൻ്റെ അടുത്ത് ഗ്ലിറ്റർ ഷീറ്റ് ഉള്ളൂ, മറ്റേ A4 ഷീറ്റാണ് കേട്ടോ. അപ്പോൾ രണ്ടും ഗ്ലിറ്ററാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കാണാൻ ഭംഗി ഉണ്ടാവും. A4 ഷീറ്റ് വെച്ചിട്ടും ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിൽ അളന്നിട്ട് ചെയ്യൊന്നും വേണ്ട. നമുക്കൊരു ഏകദേശം എല്ലാം ഒരു സൈസിലായി കിട്ടിയാൽ മതി. അങ്ങനത്തെ ഞാൻ കുറച്ചധികം ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ടും പിന്നെ A4 ഷീറ്റ് വെച്ചിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ A4 ഷീറ്റ് രണ്ടും A4 ഷീറ്റ് ആക്കുക, അല്ലെങ്കിൽ രണ്ടും ഗ്ലിറ്റർ ഷീറ്റ് ആക്കുക, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ വൈറ്റും ഗ്രീനും ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് വീട്ടിൽ കാണുന്ന പോലെ ചെയ്യുക. ഒരു പീസ് എടുക്കുക, അതുപോലെ ഈ ഒരു ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് മറ്റേ ഭാഗം ഇതുപോലെ മുകൾ വശത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇങ്ങനെ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനത്തെ ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, A4 ഷീറ്റ് വെച്ചിട്ടും ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ടും. ഓക്കെ, ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കണം. ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഫസ്റ്റ് താഴേന്നാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊണ്ടുവരുന്നത് കേട്ടോ, ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ താഴെ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഓരോന്ന് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. ഏത് ഭാഗമാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ. എന്നിട്ട് ഫസ്റ്റ് ലെയർ അങ്ങനെ കംപ്ലീറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് ലെയർ നമ്മൾ ചെയ്യുന്നത് A4 ഷീറ്റ് ഗ്രീൻ വെച്ചിട്ടാണ്. അപ്പോൾ ഗ്രീനും വൈറ്റും അങ്ങനെ ഓരോ ലെയറായിട്ട് അങ്ങനെ ചെയ്ത് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, അതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഇത് ഞാൻ ഫുള്ളാക്കി ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ക്രിസ്മസ് ട്രീ ആണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്, ഒരു വെറൈറ്റി ലുക്കിൽ. ഓക്കെ, പിന്നെ ഇത് ഞാനൊരു വൈറ്റ് ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒരു സ്റ്റാർ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഗ്ലിറ്റർ ഷീറ്റ് തന്നെ വേണമെന്നില്ല, A4 ഷീറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങളടുത്ത് ഉള്ളത് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് 2 സ്റ്റാർ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആദ്യം ഞാൻ ഈ വൈറ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് അതേ അളവിൽ ഈ ഒരു ഗോൾഡൻ കളർ ഉണ്ടാക്കിയെടുത്തിട്ട് രണ്ടും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വശം ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടില്ലായിരുന്നു. ആ ഭാഗത്ത് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിന് മുകൾ വശത്തേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ്. കണ്ടില്ല, അപ്പോൾ അതവിടെ അങ്ങനെ സ്റ്റിക്കായി നിന്നോളും. അങ്ങനെ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളടുത്തുള്ള എന്താ വെച്ചാൽ എന്താ പറയുക, നമ്മുടെ ക്രിസ്മസ് ട്രീ ആകുമ്പോൾ അതിമേ കുറേ സമ്മാനവും സ്റ്റാറുകളും അങ്ങനെയൊക്കെ നമ്മൾ ഹാങ് ചെയ്തിട്ട് വെക്കുമല്ലോ, ആ ഒരു രീതിക്ക് നമ്മൾ ചെയ്തിട്ട് എടുക്കാനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഗോൾഡൻ കളർ ലേസ് ഉണ്ടായിരുന്നു. അതേമാതിരി ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് എടുത്തു. പിന്നെ അതുപോലെ ചെറിയ ചെറിയ സ്റ്റാറുകൾ ഞാൻ വരച്ചു കൊടുത്ത് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാർ ഒരു ഭാഗത്ത് ഗോൾഡൻ കളറും മറ്റേ സൈഡിൽ വൈറ്റ് അല്ലെ സിൽവർ കളറും ആണുള്ളത്. അപ്പോൾ രണ്ടും ഒരുപോലെ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്ന വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക കേട്ടോ. എന്നാലാണ് പുതിയ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.